ഇന്നലെ ഇസ്രയേലിന്റെ തെക്കൻ നഗരമായ ഡിമോണയിൽ തീമഴ പെയ്യിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ കനത്ത ആക്രമണം ഇതിൽ ലോകരാജ്യങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഏറ്റവും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഇസ്രയേലിന്റെ പ്രദേശമാണ് ഡിമോണ. ഇവിടെ ഇസ്രയേലിന്റെ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. ഈ ഇടത്തിലേക്കാണ് ഇറാൻ മിസൈലുകൾ പായിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ നതാൻസ് ആണവ നിലയത്തിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയാണിതെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 10 പേർ കൊല്ലപ്പെട്ടെന്നുള്ള വിവരവും പുറത്തു വരുന്നു. ഏതായാലും ഇറാൻ ഡിമോണയിൽ നടത്തിയ ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ ഞെട്ടലിലാണ്. കാരണം അയൺ ഡോമിനെ ഉൾപ്പെടെ മറികടന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ ആക്രമണം. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന വാർത്ത ഈ അയൺ ഡോമിനെ സംബന്ധിച്ച് അവരുടെ ഇന്റർസെപ്റ്റഡ് മിസൈലുകളുടെ ഒരു അഭാവം അവർക്ക് വലുതായി നേരിടേണ്ടി വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇറാന്റെ പല മിസൈലുകളും തടയാനും പ്രതിരോധിക്കാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ള. ഇതിനിടയിൽ നതാൻസിന്റെ ആണവ നിലയം ആക്രമിച്ചത് തങ്ങളല്ല എന്ന് IDF കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നു. ഇസ്രയേലിന്റെ ഹൃദയഭൂമിയിൽ അവരുടെ ആണവ റിയാക്ടർ നിൽക്കുന്ന ഇടത്ത് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ പതിക്കുമ്പോൾ അയൺ ഡോമിനെതിരെ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ഒപ്പം തന്നെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനവും പാളുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉയരുന്നു. ഇതിനിടയിൽ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന മിസൈലുകൾ സൂപ്പർസോണിക് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് വിഭാഗത്തിലെ പെടുന്നതായിക എന്നൊരു സൂചനയും പുറത്തു വരുന്നു. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണമെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.